കോഴിക്കോട്ടങ്ങാടിന്ന്. കയറില്ലാണ്ട് വലിക്കുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇതിന് ഞാൻ 30 വർഷം മുമ്പേ കാണണ്ടായിരുന്നു. വേറെ ചപ്പണ്ടാ, എന്നാ അത് കളിക്ക്. എന്താ പ്രശ്നം? നീ വലിക്കണത് അങ്ങോട്ട് പോകും, കുറെ പോവാ. അടിപൊളി വലിയ. ഈ വലി നിർത്തരുത്, വൈകുന്നേരം ആവരുത്. ബസ് കാശില്ലാതെ നമുക്ക് കൊച്ചിയിലെത്താം. വാടാ. അല്ല ജബ്ബാർക്ക, നിങ്ങൾ എന്തിനാ ഇവരെ കിട്ടും ഇങ്ങനെ കളിപ്പിക്കുന്നത്? അപ്പൊ സംഭവം നീ അറിഞ്ഞില്ലേ? ഞാനൊന്നും അറിയില്ല. ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ കാർണിവൽ വലിയൊരു പരിപാടി ഉണ്ട്. അവിടെ ഡാൻസ് മത്സരം ഉണ്ട്. സ്വർണ്ണക്കപ്പാണ്. സ്വർണ്ണക്കപ്പ്? പിന്നെ ഈ പ്രാവശ്യം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞാൻ ആ കപ്പടിച്ച് ഇവിടെ കൊണ്ടുവരും. ഞാൻ കോഴിക്കോട് ഉണ്ട്. അതിനു വേണ്ടി കളിപ്പിക്ക? ആ. പിന്നെ നിന്റെ അടുത്ത് ഒരു അടിപൊളി സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ ഒന്ന് കാണിക്കട്ടെ. നിങ്ങൾ കൊച്ചിയിലോ കൊടുങ്ങല്ലൂരോ? പാതി കൊച്ചിയിലും പാതി കൊടുങ്ങല്ലൂരും. അറിയാണ്ട്. അല്ല നീ എന്തിനു കളിക്കുക? അതാ നോക്കി തിരിഞ്ഞു നോക്കിയാലോ? ഇതേതായിട്ടോ? പഠനായിട്ടോ? ഞങ്ങളുടെ നാടോടി നൃത്തം. നാടോടി നൃത്തോ? നാടോടി നൃത്തല്ല, പഠനം നിർത്താൻ തോന്നുന്നു. എല്ലടോ നാടോടി നൃത്തം. നിങ്ങൾ നാടോടി നൃത്തം കളിക്കുന്നത് എന്തിനാ കൈക്കോട്ടായിട്ട് എന്നെ വെട്ടാൻ വന്നത്? ഇത് വെട്ടാൻ വന്നതല്ല, ഇതാണ് ഞങ്ങളെ ദേവിയുടെ ശൂലം. അടിപൊളി. ദേവീ ശൂലം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ നാടോടി നൃത്തോ ദേവിയുടെ ശൂലോ കൈക്കോട്ട എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പരിപാടി നന്നായില്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല. ഈ പരിപാടി ഉഷാറായിരിക്കും. നോക്കിക്കോണ്ടി, അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളോട് ഇങ്ങനെ എല്ലാ കൊല്ലവും ഞങ്ങളെ രണ്ടാളെ നോക്കിക്കോണ്ടി. അത് ശരിയാ. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ? അറിയാം. അവിടെ ഡാൻസിന്റെ ഏരിയ ആണത്. അവിടെ ഇതുപോലത്തെ കൈക്കോട്ടും മമ്മട്ടിയായിട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ ഡാൻസിന് വെല്ലാനേ നിങ്ങളെ ഫോർട്ട് കൊച്ചിയിൽ ഒരു മനുഷ്യനും ജനിച്ചില്ല. അവിടെ ഉള്ള ആൾക്കാരൊക്കെ രോമം അങ്ങനെ എണീറ്റ് നിൽക്കും. മാറ്റുമായിരിക്കും. ക്യാബറ ആയിരിക്കും. അല്ലല്ല, നാടോടി നൃത്തം. എന്ത് പറഞ്ഞാലും പരിപാടി നന്നായി ഞാൻ സെലക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല. ജബ്ബാർക്കായി എത്ര നേരമായി നിങ്ങളോട് പറയുന്നു, ഈ പരിപാടിനെ വെല്ലാൻ ഫോർട്ട് കൊച്ചിയിൽ ഇനി ഒരു പരിപാടി വരൂല. ഇത് അവതരിപ്പിക്കുന്ന ഞാനും രമ്യ. എന്തായാലും ഭദ്രകാളിയുടെ പാട്ടല്ലേ, കലക്കണം. കലക്കും. ശരിയെന്നാ, കലങ്ങാൻ സാധ്യതയുണ്ട്. കാണണം. ഫുൾ ടീം. ഫുൾ ടീം ഉണ്ടല്ലോ. നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യല്ലേ? ഞങ്ങളെയും കൂടി ഒന്ന് കൂട്ടിക്കോ. എന്തിന്? ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ ഈ കോയമ്പ് കഷായൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ സ്റ്റേജുമ്മ കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരവസ്ഥയും ഇല്ല. ഞാള് സ്റ്റേജുമ്മ കയറിയാ നല്ലോണം കളിച്ചോളൂ. ഞാക്ക് ഡാൻസ് കളിക്കാനൊക്കെ അറിയടൂ. ഞാള് ഡാൻസ് കളിക്കാനൊക്കെ പോന്നതല്ലേ. നിങ്ങളെ കൂടെ ഞാള് ഒന്ന് കൂട്ടിക്കങ്ങള്. ഇതേ ഫോർട്ട് കൊച്ചി പോയിട്ട് കളിക്കാനുള്ളതാ, ഇവിടെ കളിക്കാനുള്ളതല്ല. ഫോർട്ട് കൊച്ചി ഞാനൊന്ന് കണ്ടോട്ടെ. അതിനുള്ള 500 രൂപ ഞങ്ങള് വേറെ തരാം. നിങ്ങൾ ബസ്സിനോ ട്രെയിനോ എന്തിനെങ്കിലും പോയി കണ്ടു. എന്നാലും വേണ്ടിയില്ല പ്രജയെ, ഞാളും കൂടെ ഒന്ന് കൂട്ട്. എന്റെ പൊന്ന് തള്ളമാരെ, ഒന്നും ഇവിടുന്ന് പോയി തരുമോ? ഞങ്ങൾക്കേ അവിടെ പോയിട്ട് ജബ്ബാർ ഖാന്റെ പേര് നല്ല നിർത്താനുള്ളതാ.
ഒന്ന് പോയിട്ട് ഇവിടുന്ന്. ഞാനെന്നാ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ഞാള് നോക്കട്ടെ. വേറെ ആരോടും ചോദിച്ചോളും ഞാളൊന്ന് പോയി ചോദിച്ചോക്കട്ടെ. രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അയ്യോ 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 അങ്ങോട്ട് ഹലോ ചിങ്കിടിച്ചിട്ടാ അയ്യോ കിതക്കുന്നു. അയ്യോ കാല് വഴിയുന്നേ. ഹലോ അടിപൊളി. സീമേ സൈനോ നിങ്ങൾ രണ്ടാളും തെറ്റിച്ചാ കളിച്ചേ. ഞാൻ കളിച്ച പോലെ ആയിക്കില്ല. രണ്ടാളും തെറ്റിച്ചാ കളി. അഞ്ചു അവർ രണ്ടാളും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. നീയാണ് തെറ്റിച്ചത്. നിങ്ങൾക്ക് ഡാൻസ് അറിയാട്ടെ. ഞാൻ നല്ലോണം കളിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേജിൽ ഞാൻ തകർക്കും. ഇതുപോലെയല്ല കളിക്കുക. പിന്നെ യാത്ര കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നേ. ഇവിടെ കളിച്ചതല്ലേ സ്റ്റേജിൽ കളിക്കണേ. ഇവള് അറിയാം. ഇവള് വേറെ സ്റ്റേജിൽ വേറെ സ്റ്റെപ്പുകൾ കളിക്കും. ഞാൻ വേറെ കാര്യം പറഞ്ഞേക്കാം. എനിക്ക് യുവജനോത്സവത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയതാണ്, പ്രത്യേകിച്ച് ഡാൻസിന്. അതുകൊണ്ട് ഈ വീട്ടിലിരുന്നാൽ മതി. നിങ്ങൾ എന്റെ പേര് നശിപ്പിക്കരുത്. ഞാൻ അത് പറഞ്ഞേക്കാം. ദേവോ ഇനി നല്ല പഠിപ്പിക്കും. ഇമ്പക്ക് എന്തായാലും ഫസ്റ്റ് കിട്ടണം. ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് വെറൈറ്റി സ്റ്റെപ്പ് കിട്ടോ. കേട്ടോ ശ്രദ്ധിച്ച് ഇനിയും കളിച്ചു. കുറച്ച് ടഫ് കേട്ടോ. ഹലോ അത്ര വേണ്ടല്ലേ. കുറച്ച് ലേറ്റാക്കിക്കോ. ഞങ്ങൾ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ടഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആടും കളിച്ചാൽ മതി. ഓക്കെ അത് തന്നെ. ആടുന്ന് ഇങ്ങോട്ട് എടുക്കുക. വെള്ളമൊക്കെ അത് തന്നെ കണ്ടാവോ. ആയിരിക്കും അത് തന്നെ. അത് കിട്ടും എളുപ്പാ. ഇത് ഞാൻ പൊളിക്കും. ഇത് ഞാൻ പൊളിക്കും. ഇത് ഞാൻ പൊളിക്കും. സോളിയമ്മയും ടീമും വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളെ നോക്ക്. ഗേറ്റിന്റെ മുകളിലേക്ക് നോക്ക്. പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പിന്നല്ല അത് പിന്നെ അത് വരുന്ന മോളെ. അത് വരുന്ന മോളെ. എന്തേ സൈനോ നാളെയും കൂടെ കൂട്ടോ ഡാൻസ് കളിക്കാൻ? ഡാൻസ് കളിക്കാനോ? ഇതെന്തിനു ചിരിക്കുന്നേ? വല്യമ്മേ ഇതൊക്കെ ന്യൂജൻ ഡാൻസാ. ന്യൂജനോ? ഈ ന്യൂജനായിരിക്കും. ഇവര് മൂന്നാളും ന്യൂജനാ. ഇതിനൊക്കെ ഈ 2 ട്രോഫി ഉണ്ടല്ലോ കയ്യിൽ കൂടെ. അമ്മര് വർത്തനം പറഞ്ഞിട്ടോ. ട്രോഫികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ ഞങ്ങൾക്ക് കളിച്ചൂടാ? പിന്നെ നിങ്ങളെ പോലെ ഒന്നുമല്ല. ഞങ്ങൾക്കൊക്കെ നല്ല ബോഡി ഷേപ്പും ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഇതിന് അതൊക്കെ വേണം അല്ലേടി? പിന്നെ അത് മാത്രല്ല, വെറുതെ എന്തിനാ ഇങ്ങനെ ഊരെ ഉളുക്കി പോകും. ഭയങ്കര ടഫ് സ്റ്റഫ്. ഇതൊക്കെ കാണിക്കുമ്പോഴേ വയസ്സായതുകൊണ്ട് ഇത്തിരി ഊരി ഉളുക്കും. നിങ്ങളെ ഊരൊന്നും ഞങ്ങൾക്ക് ഉളുക്കൂല. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ നാക്കൊന്നും ഉളുക്കിയില്ല. അയ്യോ പിന്നെ അപ്പൊ നിങ്ങള് ഞാൻ ഡാൻസ് കളിക്കേണ്ട ഈ സ്റ്റേജിൽ ഇങ്ങനത്തെ കളി കളിക്കൂല. ഇങ്ങനെ പിന്നാരം പറഞ്ഞ് തിരിച്ചു കളിക്കൂലേ. അതുകൊണ്ട് നിങ്ങൾ പറ്റൂല. വേഗം വിട്ടോളി. നമ്മളും പോയി കളിക്കാം. തീരെ സമയമില്ല. അത് പറ്റില്ല. അതുകൊണ്ടാട്ടോ കൂടെ ഒന്ന് കൂടിക്കോട്ടെ. അയ്യോ സമയം തീരെ. നിങ്ങളൊന്ന് വേഗം പോയി. സമയമല്ല വേഗം നോക്കി. ഞങ്ങൾ ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങക്ക് വേറെ വേദി കിട്ടാത്തതിനെ കൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പം വേദി ഉണ്ടാക്കി തരാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. കാരണം ഞങ്ങൾക്ക് തന്നെ ആകെ ഒരു വേദി കിട്ടിയതാ. ഞങ്ങൾ അതിന് എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ചൊന്ന് ഫസ്റ്റ് പ്രൈസ് നേടിക്കോട്ടെ. അമ്മച്ചിമാരെ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു അവസരം താല്പര്യം ഞങ്ങൾക്ക് പറ്റാത്തോടെ പിന്നെ നിങ്ങൾക്ക് നടക്കൂല. അതുകൊണ്ടാണ് വിട്ടോളി. ഞങ്ങളെ സമയം പോക്കല്ലേ. ദേവു സ്റ്റെപ്പ് സ്റ്റെപ്പിട് മോളി. ദേവു ഞങ്ങൾക്ക് പ്രാക്ടീസ് പോയി മോളെ. അവിടെ തന്നെ ഉണ്ട് കേട്ടോ. തിരിഞ്ഞു കഴിക്കുക. എന്തായാലും കൊച്ചിൻ കാർണിവലില് നിങ്ങള് കോഴിക്കോട്ടങ്ങാടി ടീമിന് എന്തായാലും കൊണ്ടുപോകില്ലേ? ടീമിനെ കൊണ്ടുപോകുകയും ചെയ്യും, കപ്പടിക്കുകയും ചെയ്യും നമ്മൾ. ഉറപ്പല്ലേ? പിന്നെ അപ്പൊ ഈ പോകുന്ന ടീമിന് എന്തായാലും ഒരു മാനേജർ ആവശ്യല്ലേ? മാനേജർ ഇല്ലാണ്ട് പറ്റില്ല. അതിന് മാത്രം തിരക്കാരിക്കില്ല അവിടെ. ആണല്ലോ. ആ മാനേജറായിട്ട് ഇന്ന കൂട്ടങ്ങള് ഞാനൊക്കെ മാനേജ് ചെയ്തോളൂ.
നിന്നെ കൊണ്ടുപോകാറുന്നു. പക്ഷെ ഉണ്ടല്ലോ, നിന്നെ മാനേജർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു 10 മാനേജർമാരെ ഞാൻ വെക്കണം നിന്നെ മാനേജ് ചെയ്യാനായിട്ട്. ഇത് മാത്രമല്ലെന്ന്, നീ ഇവിടെ കോഴിക്കോട് അങ്ങാടിയിൽ വേണം. നീ ഇല്ലെങ്കിൽ റേറ്റിംഗ് കുറയാൻ സാധ്യതയുണ്ട്. സംഭവം എന്നെ കണ്ടിട്ട് ആൾക്കാർ മുഖത്തോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ എന്താന്ന് വിളിക്കുന്ന തെറിയാന്നോ അതോ ഒന്നുമില്ല, നിന്റെ തമാശാണ്. നീ ഇവിടെ വേണം. എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കോഴിക്കോട്ട് അങ്ങോട്ട് ഇടപാട് തീരും. രമണേച്ചേ, തുണി അലക്കുക. ഇതാണ് ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാ, ഒരു വിലയില്ല, ഒരു വിലയില്ല. എന്താടി എന്റെ നടു വിളിക്കോ? ഇല്ല, ഞാനേ പുതിയ സ്റ്റെപ്പ് നോക്കിയതാ. ആഹാ, ഇനി ഞാളൊന്നും ഇല്ലാണ്ട് ഹോംവർക്ക് ചെയ്തിട്ട് പഠിച്ച് പാസ്സായിട്ട് ഞാളെ മുമ്പിൽ എത്തിക്കേണ്ട പരിപാടിയാന്നോ? മകനെ ഫസ്റ്റ് ഇട്ടായിരിക്കും അല്ലേ? പിന്നെ സംശയം. ആഞ്ഞ് ശ്രമിക്കണം. ചെലങ്കിയൊക്കെ ഇടണം. ചെലങ്കയോ? ചെലങ്ക ഇട്ടാ കൊള്ളാം. പക്ഷെ ഞാൻ വരും പറയട്ടെ, നമുക്ക് രണ്ടുപേർക്കും മാത്രം മതി ചെലങ്ക. ബാക്കി ടീമിന് വേണ്ട. 5 പ്രശ്നം ഉണ്ടാക്കുവേ. ഏട്ടോ, ഓള് ചെലങ്ക ഇട്ട് കഴിഞ്ഞാല് താളൊക്കെ പോയിട്ട് ഓളെ ചെലങ്കന്റെ താളം വേറെ, ഇമ്പളെ താളം വേറെ, അന്റെ താളം വേറെ, ഇന്റെ താളം വേറെ, ഭയങ്കര കച്ചറ പിച്ചറായി പോവും. അല്ലെ വേണ്ടല്ലേ, ചെലങ്ക വേണ്ട. കാരണം ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്ന എന്താ അറിയോ, എന്റെ ജബ്ബാർക്ക സെലക്ഷന്റെ കാര്യത്തിൽ ഭയങ്കര പെർഫെക്ഷനാണ്. നല്ലതാണെങ്കിലേ കിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മൂപ്പരെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ സ്വന്തം ഭർത്താവാണ് ഇത് നിശ്ചയിക്കുന്നത് ആരെ സെലക്ട് ചെയ്യണമെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് എന്തോ ഒന്ന് സംസാരിച്ചാല്. എന്റെ സീമേ, എനിക്ക് എന്റെ മൂപ്പരെ പറ്റി എനിക്ക് ശരിക്കും അറിയില്ലേ. മൂപ്പരെ ബാപ്പ ഇതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ടെങ്കിൽ പോലും മൂപ്പര് പെർഫെക്റ്റ് ആണോ നോക്കും. അതുകൊണ്ട് അങ്ങനെ സ്വാധീനിച്ച് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഈ പണിക്ക് ഞാൻ ഇറങ്ങുക. നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ചേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ പെമ്പളല്ലാണ്ട് വേറെ നല്ല ഡാൻസേഴ്സ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇമ്പക്ക് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടുക. പിന്നെ എനിക്ക് ചെക്കന്മാരുടെ ടീമിന് ഒരു പേടിയുണ്ട്. കിട്ടുമോ? ചെക്കന്മാരെ പേടിക്കണ്ട. ഡാൻസിനകത്ത് അടിയും കുമ്പയും വെച്ചിട്ട് എങ്ങനെ ശരിയാവാനാ? ഓനുണ്ടോ അതിൻ്റെ അകത്ത്? അയ്യോ, അപ്പൊ ഒരാശ്വാസം കിട്ടാൻ ചാൻസ് കുറവാ. പിന്നെ രമ്യയും പ്രേമിച്ച് ചാൻസ് ഉണ്ട് കിട്ടാൻ. ഇല്ല, ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും അല്ലേ, രണ്ടിന്റെ സ്വഭാവം ഒത്തൊരുമിച്ചിട്ടല്ലേ ഡാൻസ് മുന്നോട്ട് പോവുള്ളൂ. അത് നടക്കാൻ പോണില്ല. ഇത് രണ്ടും എപ്പോഴും അടിയല്ലേ? അല്ലാണ്ട് ഡാൻസിന്റെ ഇടയിൽ അങ്ങനെ അടിച്ച് പിന്നാ മതിയായിരുന്നില്ലേ? എന്നാ പിന്നെ രക്ഷപ്പെട്ടേനു. അപ്പൊ എന്തെങ്കിലും നേരം അത് അല്ല, നമ്മൾ കുറച്ച് കുടുക്കുവഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പെർഫോമൻസ് കൊണ്ട് മാത്രം നമ്മൾ കഴിച്ചില്ലാന്ന് എനിക്ക് തോന്നില്ലടി. എനിക്കും തോന്നുന്നില്ല. നിങ്ങൾ 3 പേരുടെയും പെർഫോമൻസ് വളരെ മോശമാണ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്റെ പെർഫോമൻസ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും, നമ്മുടെ ടീം രക്ഷപ്പെടും. കഴിച്ചില്ലായാ മതിയായിരുന്നു. എനിക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഞാൻ പുതിയ കുറെ സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ആണല്ലേ? എന്നാ പിന്നെ നീ പഠിച്ച ഈ സ്റ്റെപ്പുകളൊക്കെ നീ ഒരു കാര്യം ചെയ്യും, പൊലച്ച് ഒരു 6 മണിയാകുമ്പോൾ ഇതിന്റെ പുരയിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചാടി. ഈ ഒറ്റയ്ക്ക് പെർഫോമൻസ് ചെയ്തിട്ട് കാര്യം, നമ്മൾ എല്ലാവരും കൂടെ കളിക്കണല്ലോ. കാരണം 10:30 ആടി എത്തണം എന്നാണ് ജബ്ബാർക്ക് പറഞ്ഞത്. അപ്പൊ ഈ വന്ന് ഞങ്ങൾ എല്ലാരും പഠിപ്പിക്കോ? രാവിലെ 6 മണിയാകുമ്പോൾ നമുക്ക് ഒരു തവണ പ്രാക്ടീസ് ചെയ്യാം. ദേവു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ഇപ്പൊ പോട്ടെ. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എമ്മാതിരി പ്രാക്ടീസ് ഒക്കെ, അസാധ്യ പ്രാക്ടീസ്. ഫുൾ ടീമല്ലേ, രമ്യന്റെ ടീമുണ്ട്, പ്രവിജയന്റെ രമ്യ, പിന്നെ ആൻസന്റെ ടീം, സൈനത്താന്റെ ടീം, ഫുൾ ടീമാ. അല്ല, നല്ല പ്രാക്ടീസ് വേണം. കാരണം ഫോട്ടോ വെച്ച് പോയി സ്വർണ്ണക്കപ്പ് അടിക്കാന്ന് പറഞ്ഞോണ്ടല്ലോ, അത് നിസാര കളിയൊന്നും അല്ല. നല്ല പ്രാക്ടീസ് വേണം. ഇവരൊക്കെ നമ്മൾ പോയിട്ട് വേണം സെലക്ട് ചെയ്യേ. ആര് പോയിട്ട്? നമ്മള്. അത് വേണ്ട, ഞാൻ സെലക്ട് ചെയ്തോളാം. നിങ്ങൾ മതി. പിന്നെ ഞാൻ വേറൊരു സംഭവം കേട്ട്, ഈ പരിപാടി പങ്കെടുത്ത് ജയിക്കുന്ന ആളെ ഗൾഫിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഗൾഫിലല്ല, അമേരിക്ക, USA. അമേരിക്കയിലോ? അവിടെയാണ് പെർഫോമൻസ്. ഞാനത് ആദ്യം പറഞ്ഞു, ഇനിയൊരു മാനേജർ ആയിട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകും. ഞാൻ ഇവിടെ ഇപ്പൊ ഒരു വരയിട്ടാ, നിനക്ക് ഇതിനപ്പുറത്തോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ വരക്കണേ വേണ്ടേ? വേണ്ട, അന്ന് നടക്ക്. മാനേജരേ, നിങ്ങള് രക്ഷയില്ലല്ലേ? നമുക്ക് എന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ അല്ലാണ്ട്. സൈനോ, ഈ സ്റ്റെപ്പ് ഒക്കെ തെറ്റിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറഞ്ഞാ മനസ്സിലാവാത്ത? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എനിക്കാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇനി നിങ്ങളെ കയ്യിലാട്ടല്ലേ? ഇക്കാണെങ്കിൽ നോക്കിയിട്ട് ഒരു പരിഗണനയും തരൂല. എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുമോ നോക്ക്. ഞാൻ സ്വാധീനിക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല, ചിറ്റിപ്പോയി. കളിക്കന്നെ വേണം.
നിങ്ങളെ കൂടെ ഇനിയും കൂട്ടോ? അല്ല അനക്ക് വേറെ ടീമില്ലേ? നിന്റെ അടുത്ത് നിന്ന് രമ്യ തെറ്റിപ്പോയി. അത് വേറൊന്നുമല്ല, ഞാൻ 2 സ്റ്റെപ്പ് അധികം ഇട്ടപ്പോ ഞാൻ ഈ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ചെയ്തപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് ഇതാണല്ലോ, എന്താണ് ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ രമ്മിട്ടേച്ച് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവിടെ എന്താക്കും? ഞാൻ എപ്പോഴും പരിപാടിക്ക് വേണ്ടല്ല, നമുക്കൊരു ടീമാവാ. ഞാൻ നന്നായിട്ട് കളിക്കും, എന്റെ പെർഫോമൻസ് ഒക്കെ നമ്മളെ സ്റ്റെപ്പൊക്കെ നമ്മൾ ഫുൾ സെറ്റ് ആയി പോയില്ലേ? ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് ഒരാളെ പഠിപ്പിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. സീമ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നന്നായിട്ട് സ്റ്റെപ്പ് എടുക്കും. കാരണം ഞാൻ 10 കൊല്ലം സ്കൂളിലെ രമ്മിട്ട് പോയപ്പോഴേ നമുക്ക് മനസ്സിലായി സ്റ്റെപ്പിന്റെ കാര്യം. അതൊന്നും ഇവിടെ പറയണ്ട. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയുക, ജബ്ബാറൊക്കെയാണ് ഈ പരിപാടി നടത്തുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചി പോകണം. നല്ലോണം കളിച്ചാൽ മാത്രമേ സെലക്ട് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്ക് കയറി വന്ന് ഞങ്ങളിപ്പോ ഒരു ടീമായിട്ട് സെറ്റ് ആയതാണ്. മുമ്പൊക്കെ ഒരു ടീമാവാന്ന് നല്ല സ്റ്റെപ്പുകളായിരിക്കും ഇന്റതും. മാനേജരെ അങ്ങോട്ട് നോക്കിയേ, എന്നാ കളിയാണത്. അടിപൊളി ഫുൾ ടീം ഉണ്ടല്ലോ. ഇത് ആരൊക്കെ ഇത്? നമ്മളെ ഷോളിനെയാണോ? ആ അതെ 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 അതെ. പൊരിച്ചിട്ടാ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ കളിക്കുന്ന വെയിലത്ത് കുത്തിമറന്നുണ്ടല്ലോ, എന്താ പേര്? രമ്യ. ആ അവരൊക്കെ വീട്ടിൽ പോകാൻ പറ. കൊച്ചിൻ കാരണമല്ലേ ഇവരെ ഞാൻ ഫിക്സ് ചെയ്തു. ഇവരെങ്ങനെ സെലക്ട് ചെയ്ത്? ഇവരെ സെലക്ട് ചെയ്ത് അവരോട് പോകാൻ പറ. ഒഴിവാക്കിയതല്ലേ മടലെടുത്തടിച്ചു കൊടുക്കും. പ്രഭിജ കിവിജ ആൻസൻ കൂൺസ് എല്ലാത്തിനും എന്റെ ദൈവം ഞാനിത് കണ്ടില്ല. ചെക്കന്മാരെ കൂടെ കൊടുക്കും. ചെക്കന്മാരെ കൂടെ ഒന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല. അല്ലേ പറഞ്ഞ ഭയങ്കര പെർഫോമൻസ് ആന്ന് പറഞ്ഞു. ചോദിച്ചു നോക്കല്ലേ. വരി വരി എല്ലാരും പാപ്പാ, ആ കയറ് പിടിച്ച് വലിക്കുന്നതിലൊക്കെ വരി വാ. എന്തേ രമണിയേച്ചി ഒന്ന് ഉരുണ്ട് കളിക്കാണ്ട് ഓടി വാ. ഡാൻസ് വെച്ച് കാണിച്ചു കൊടുക്കണ്ടേ? അയ്യോ നിങ്ങൾ എല്ലാരും പൊറക്കി പോയിക്കോളി, പൊറക്കി പോയിക്കോളി. അയ്യോ എന്റെ പപ്പു പിള്ള, ഞങ്ങളൊക്കെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. പൊറക്കി പോകാൻ വന്ന് നിൽക്കുകയല്ല. നിങ്ങൾ ഡാൻസ് ചെയ്ത് ഇനി പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട. ഇവിടെ കൊച്ചിയിലേക്കുള്ള ടീമിനെ സെലക്ട് ചെയ്ത്. അയ്യോ ഞങ്ങളല്ലാണ്ട് ഇവിടെ ആരിവരെന്താ പറയുന്നത്? പൊട്ടത്തരോ. ഇങ്ങളും അല്ല വേറെ പുതിയ ടീമുണ്ട്. നടക്കുന്ന കാര്യമൊന്നുമല്ല ഇവരെന്തൊക്കെയാ പറയുന്നത്. നമ്മളല്ലാണ്ട് വേറെ ഏതോ ടീമിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കോഴിക്കോട്ടങ്ങാടില് ഞങ്ങളാണ് ഡാൻസ് ടീം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാണോ? അല്ല കൊച്ചിയിലേക്ക്. കോഴിക്കോട്ടങ്ങാടി പുറത്തുള്ളവരാണോ? പുറത്തുള്ളതല്ല, കോഴിക്കോട്ടങ്ങാടിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കാണ് സെലക്ട് ചെയ്യുന്നത്. ആര് ഇവിടെ കെട്ടിയോ? കെട്ടിയോനാണ് സെലക്ട് ചെയ്തത്. പക്ഷെ സെലക്ട് ചെയ്ത ടീം ഏതാന്നാ ഞാൻ ചോദിച്ചത്. ടീം ഏതാന്നോ നമുക്ക് നേരിട്ട് കാണിച്ചു. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരി. വാ എന്നാ പിന്നെ അത് മസലടിച്ച് കണ്ടു. ഞാൻ നടന്നോളൂ. വാ, ഞങ്ങൾ ശരിയാക്കി തരാം കേട്ടോ. നിർത്ത്. അപ്പൊ എന്തായാലും ഫോട്ടോ വെച്ച് അത് നിങ്ങളെ തന്നെ ആയിരിക്കും. അവരെ ഉറപ്പിച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രാക്ടീസ് ചെയ്യണം. ഫോട്ടോ വെച്ച് പോയിരിക്കും നമ്മള്. എന്തേ ഇതെന്ത് പരിപാടി എന്ത് പരിപാടി? പോയാലെടുത്ത് കാത്തുക്കുന്നത്. അഞ്ഞ് പുഴ നേരത്ത് കാത്തൊക്കെ വേണ്ട, എങ്ങും വേണ്ട, എല്ലാരും ഓരോരോ വീട്ടിൽ പോക്കോ.
ഞാൻ കൊച്ചിയിലേക്ക് കൊണ്ടാണല്ലോ എന്റെ ടീമിനെ സെലക്ട് ചെയ്തത്. ഇതാണ് എന്റെ ടീം. ഞങ്ങളൊന്ന് കൂട്ടിക്ക. വേണ്ട വേണ്ട നിങ്ങൾ വേണ്ട. ഈ ഡാൻസ് വേറെ ലെവല മക്കളെ. നിങ്ങളെ സെലക്ട് ചെയ്തല്ല എന്റെ ടീമിന് ഓൾ ദ ബെസ്റ്റ് പറ.